തിരുവനന്തപുരം വെള്ളറട ഗ്രാമപഞ്ചായത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ കോടികളുടെ അഴിമതി 2.79 കോടിയുടെ ക്രമക്കേടാണ് കണ്ടെത്തിയത്. സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് പുറത്തുവന്നത്. ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടമാണ് ചേരുന്നത്. അഖിൽ, 2.2 കോടിക്ക് മേലെയാണ് തട്ടിപ്പ് എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്? തിരുവനന്തപുരം വെള്ളറട ഗ്രാമപഞ്ചായത്തിലാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ കോടികളുടെ അഴിമതി നടന്നിരിക്കുന്നുവെന്ന വാർത്ത പുറത്തുവരുന്നത്. 2.79 കോടിയുടെ ക്രമക്കേടാണ് കണ്ടെത്തിയത്. സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് പുറത്തുവന്നത്. ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പകർപ്പാണ് ജനം ടിവിക്ക് ലഭിച്ചത്. ഓഡിറ്റ് റിപ്പോർട്ടാണ് പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. അഖിൽ പാലോട്ടുമടമാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്കിടവിള ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന തൊഴിലുറപ്പ് പദ്ധതിയിൽ അത് വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന ഓംബുഡ്സ്മാന്റെ നിർദ്ദേശപ്രകാരം പരിശോധന നടത്തിയ സംസ്ഥാന ഓഡിറ്റിംഗ് വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് 2.79 കോടി രൂപയുടെ അഴിമതിയാണ്, ക്രമക്കേടാണ് പഞ്ചായത്തിൽ നടത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനമായും നടന്നിരിക്കുന്നത് മെറ്റീരിയൽ വർക്കുകളിലാണ് ഇത്തരത്തിലുള്ള ഒരു ക്രമക്കേട് നടന്നിരിക്കുന്നത്. ഇതിന്റെ ക്രമക്കേട് നടക്കുന്ന ഒരു വഴി എന്ന് പറയുന്നത് സാധനം സപ്ലൈ ചെയ്യുന്ന വണ്ടർമാർ തന്നെ വർക്കുകളും ചെയ്യുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എ ബുക്ക് അനുസരിച്ച് രേഖപ്പെടുത്തേണ്ട രേഖകൾ പോലും അനുസരിച്ചല്ല ഈ തുകകൾ അനുവദിച്ചു നൽകിയതും. ഭൂരിപക്ഷം വർക്കുകളിലും ഏകദേശം 2 ടെൻഡർ മാത്രമാണ് പഞ്ചായത്ത് സ്വീകരിക്കുകയും അതിലൊരാൾക്കാണ് ഇത്തരത്തിൽ വകുപ്പ് ഈ വർക്കുകൾ കൈമാറുകയും ചെയ്തിട്ടുള്ളത്. അപക്വമായ രീതിയിലെ ഈ പെരുമാറ്റത്തിലൂടെ ഏകദേശം 2.9 കോടി രൂപ തൊഴിലുറപ്പ് ഫണ്ടിലും 39,000 രൂപ സർക്കാരിനും നഷ്ടമായിട്ടുണ്ട് എന്നതാണ് ഓഡിറ്റ് കണക്കുകൾ നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തുക ഇത്തരത്തിൽ ക്രമക്കേട് നടത്തി അല്ലെങ്കിൽ ഇത്തരത്തിൽ പെശകു നടത്തിയവരിൽ നിന്ന് തന്നെ കണ്ടുകെട്ടണമെന്ന ഒരു ആവശ്യമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ഓംബുഡ്സ്മാൻ ജില്ലാ പ്രോഗ്രാം ഓഡിറ്റർക്ക് തൊഴിലുറപ്പിന്റെ ഓംബുഡ്സ്മാൻ ഓഡിറ്റർക്ക്, അതായത് തൊഴിലുറപ്പ് ഓംബുഡ്സ്മാൻ ജില്ലാ ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശത്തിൽ പറയുന്നത്. അതിനോടൊപ്പം തന്നെ നടന്നിട്ടുള്ള ക്രമക്കേട് കോടികളുടെ ക്രമക്കേട് ആയതുകൊണ്ട് തന്നെ ഒരു വിജിലൻസ് അന്വേഷണം, സംസ്ഥാനത്ത് ഒരു വിജിലൻസ് അന്വേഷണവും ഉണ്ടാകണമെന്ന് തന്നെയാണ് ഇപ്പോൾ ഉയരുന്ന ഒരു പ്രധാനമായ ആവശ്യമായ ഒരു ശുപാർശയായി ഓംബുഡ്സ്മാൻ നൽകുന്ന ഒരു നിർദ്ദേശം. ഇത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് വെള്ളറട ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ തന്നെ കോടികളുടെ അഴിമതിയാണ് പഞ്ചായത്തിൽ നിന്നും പുറത്തേക്ക് വരുന്നതും. എന്തായാലും വലിയ പ്രതിഷേധം പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നടക്കം പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ ഉയരുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും വലിയ പ്രതിഷേധങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ അരങ്ങേറാൻ തന്നെയാണ് സാധ്യത. വരുമ്പോൾ ഈ ഭരണസമിതി ഈ വിഷയത്തിൽ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത്? അതായത് വലിയ തട്ടിപ്പാണ്, സാധാരണക്കാരായ മനുഷ്യർക്ക് ലഭിക്കേണ്ട പല രീതിയിൽ ലഭിക്കേണ്ട പദ്ധതികളാണ്, ആ രീതിയിലാണ് വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. ഈ ഭരണസമിതി എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? പറയുന്നത് ചില മുൻകരുതലുകൾ എടുത്തതിൻ്റെ ഭാഗമായ അപക്വമായ രീതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നഷ്ടം സംഭവിച്ചത്. അത് മനഃപൂർവ്വമല്ലാത്ത അപക്വമായ രീതിയിലുള്ള ചില നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ക്രമക്കേട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പെശക് സംഭവിച്ചത് എന്നതാണ് പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ നൽകുന്ന ഒരു വിശദീകരണം. എന്തായാലും നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ അടക്കം ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചിട്ടില്ല. എന്തായാലും വലിയ പ്രതിഷേധം പ്രതിപക്ഷ സംഘടനകൾ ഉയർത്തുന്നുണ്ട്. കാരണം തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള സാധാരണ വീട്ടമ്മമാരെ സംരക്ഷിക്കുക എന്ന ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തുടങ്ങിയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അത് ബോധപൂർവമായി ചില ഗ്രാമപഞ്ചായത്തുകളിൽ മെമ്പർമാരുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും ചില ഉദ്യോഗസ്ഥരുടെയും ഒക്കെ തന്നെ നേതൃത്വത്തിൽ അട്ടിമറിക്കപ്പെടുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇപ്പോൾ തിരുവനന്തപുരം വെള്ളറട ഗ്രാമപഞ്ചായത്തിൽ നിന്നും പുറത്തു വരുന്നത്. കാരണം 2.79 കോടി രൂപ എന്ന് പറയുമ്പോൾ 3 കോടിയോളം രൂപയുടെ അടുത്തേക്ക്
എത്തുകയാണ് ആ ഫണ്ടിലുണ്ടായ തിരിമറി. അത് ടെൻഡർ നൽകുന്ന കാര്യത്തിലാകട്ടെ, അല്ലെങ്കിൽ ആ ടെൻഡർ സാമഗ്രികൾ സപ്ലൈ ചെയ്യുന്ന വെണ്ടർമാർക്ക് തന്നെ ആ പദ്ധതി. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ചില തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു ക്രമം എന്ന് പറയുന്നത് തന്നെ ആ തൊഴിലുറപ്പ് പദ്ധതി ഏറ്റെടുക്കുന്ന സ്ഥലത്തെ മുഴുവൻ പണികളും ആ തൊഴിലുറപ്പ് സ്ത്രീകൾ അല്ലെങ്കിൽ തൊഴിലുറപ്പ് ജീവനക്കാർ ചെയ്യണമെന്നാണ്. ചില കട്ടിയായ വർക്കുകൾ വരുമ്പോൾ ചില കോൺട്രാക്ടർമാരൊക്കെ പ്രാദേശികമായി പഞ്ചായത്തിൽ നിന്ന് കോൺട്രാക്ട് എടുത്ത് ചെയ്യുന്ന ചില കോൺട്രാക്ടർമാരൊക്കെ തന്നെ അതിലിടപെടുകയും ആ കോൺട്രാക്ടർമാർ തുക വകമാറ്റി എടുക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരുടെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ഭരണസമിതിയുടെയും ഒക്കെ സ്വാധീനത്താൽ അങ്ങനെ തട്ടിയെടുക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. അതിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഇത്തരത്തിലുള്ള അഴിമതികളും ആയി വരുന്നത് എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പെരിങ്ങടവിള ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ വെള്ളറട ഗ്രാമപഞ്ചായത്തിലാണ് 3 കോടിയോളം രൂപ അടുപ്പിച്ചു വരുന്ന 2.79 കോടി രൂപയുടെ തൊഴിലുറപ്പ് പദ്ധതിയിലെ ക്രമക്കേട് ഇപ്പോൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ കഴിയുന്നത്. അഖിൽ